ഇത്രയ്ക്ക് വേവിക്കേണ്ടിയിരുന്നില്ല. ഇത് എൻ്റെ ഫ്ലേവർ അല്ല. വെൻ വാസ് ദ ലാസ്റ്റ് ടൈം യു ക്രിട്ടിസൈസ് ദ ഫുഡ് യു ഏറ്റ്? ചെറിയ കാര്യങ്ങളിൽ പോലും കുറവ് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കാറില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. തൻ്റെ മുന്നിൽ വെച്ച ഭക്ഷണത്തെ അവിടുന്ന് ഒരിക്കൽ പോലും വിമർശിച്ചിട്ടില്ല. എത്ര വലിയ ഭരണാധികാരിയായിരുന്നിട്ടും ഒരിക്കലും അവിടുന്ന് വിഭവങ്ങളിൽ കുറവ് കണ്ടെത്തിയിട്ടേ ഇല്ല എന്ന്. ഉപ്പ് കൂടുതലാണ്, ഇത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണമാണ് എന്നൊന്നും അവിടുന്ന് പറഞ്ഞിട്ടേയില്ല. കിട്ടിയ ഭക്ഷണത്തിന് നന്ദി പറയുക മാത്രമാണ് ചെയ്തത്. റൊട്ടി കഴിച്ചിട്ടില്ലേ നിങ്ങൾ? റൊട്ടിയോടൊപ്പം കഴിക്കാൻ എന്തെങ്കിലും ഡിപ്പോ കറിയോ ഒക്കെ ചോദിച്ച സമയത്ത് കുറച്ച് സുർക്കൊഴിച്ച് തന്നാലോ? ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടക്കമുള്ള സ്വഹാബിമാർക്ക് കഴിക്കാൻ ഉണങ്ങിയ അപ്പകഷ്ണങ്ങളും അല്പം വിനാഗിരിയും മാത്രമാണ് ഉണ്ടായത്. സാധാരണ ഒരു കറിയേക്കാൾ എത്ര രുചി കുറഞ്ഞ കൂട്ടാണ് വിനാഗിരി, അല്ലെ? എന്നാൽ അവിടുന്ന് പറഞ്ഞു, നിഅമൽ ഉദുമു അൽ ഖല്ലു, വിനാഗിരി എത്ര നല്ല കറിയാണ്. തേനോ ഇറച്ചിയോ ഒന്നും ആഗ്രഹിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനോട് മതിപ്പ് കാണിച്ചു. ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എത്ര ശക്തമായിരുന്നു എന്നറിയോ? ഇത് കണ്ട സ്വഹാബിമാരും അറിയാതെ വിനാഗിരി എന്ന നല്ല കറി കൂട്ടി അപ്പം കഴിക്കുകയുണ്ടായി. ഈ മൈൻഡ് സെറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ബന്ധങ്ങളിലും പ്രധാനമാണ്. ആരും പൂർണ്ണരല്ലല്ലോ. നമ്മുടെ പാതിക്ക് പ്രിയതമനോ പ്രിയതമയ്ക്കോ പലതരത്തിലുള്ള കുറവുകൾ നമ്മൾ കണ്ടേക്കാം. എന്നാൽ ആ കുറവിനെ മാത്രം വലുതാക്കി അവര് ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളെയും നിഷേധിക്കരുത്. പകരം അവർക്കുള്ള നല്ല ഗുണങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നല്ല കാര്യത്തിന് അവരോട് നന്ദി പറയുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് ചെറിയ ഭക്ഷണത്തിനും നന്ദി പ്രകടിപ്പിച്ചതുപോലെ നമ്മുടെ പങ്കാളിയെ, വീടിനെ, ജോലിയെ ഒക്കെയും പ്രശംസിക്കുക. നെഗറ്റീവ് ടോക്സ് ശരിക്ക് തലമുറകളിലേക്ക് പകരും. എന്നാൽ നന്ദി പറയുക എന്ന ശീലം നമുക്ക് പകർത്താൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമാണ്. ഇന്നു മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു അനുഗ്രഹത്തെയും ചെറുതായി കാണാതെ അൽഹംദുലില്ലാ എന്ന് പറയാൻ ശീലിക്കുക. ആ മെന്റാലിറ്റി നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ഇൻഷാ അല്ലാഹ്.